It's Mary Chayas from Code Design. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളതും നമുക്ക് ഏകദേശം നമ്മൾ ഒരുപാട് ടൈപ്പ് റെഗുലറായിട്ട് കാണിക്കുന്ന കാറ്റഗറിയാണ് മസ്ലിൻ ജക്വാർഡിൽ വരുന്നത്. അപ്പോൾ അതിന്റെ പല പല വോളിയൂംസ് നമ്മൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ പറഞ്ഞ നല്ല റെസ്പോൺസ് കിട്ടുന്ന റൈറ്റ് ആണ്. അതുകൊണ്ട് തന്നെയാണ് റിപ്പീറ്റഡ് വോളിയൂംസുകൾ കാണിക്കുന്നത്. അപ്പോൾ വീഡിയോ കാണുമ്പോൾ ഏത് പീസാണോ ഇഷ്ടമാവുന്നത് അത് പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് താഴെ കാണുന്ന നമ്പറിൽ മെസ്സേജ് ചെയ്തിട്ട് ഓർഡർ പ്ലേസ് ചെയ്യാം. പേയ്മെന്റ് ഒക്കെ ഗൂഗിൾ പേ ത്രൂ ആണ്. അതുപോലെ അക്കൗണ്ട് ട്രാൻസ്ഫർ പോസിബിൾ ആണ്. ഡിഡിസിയും പോസ്റ്റൽ സൗകര്യം. അപ്പോൾ നിങ്ങൾക്ക് ഓക്കെ ഉള്ള നോക്കി സെലക്ട് ചെയ്യാം. റീപ്ലേസ്മെന്റ് റീഫണ്ടിങ്ങൾ ശ്രദ്ധിച്ച് പർച്ചേസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഫസ്റ്റ് വണ്ണ് വന്നിട്ട് എന്ത് ഷെയ്ഡ് പറയാം, നമ്മുടെ ശരിക്കും ഒരു ചോക്ലേറ്റ് ഐസ്ക്രീമിന്റെ ഒരു ഷെയ്ഡ് കേട്ടോ. ചോക്ലേറ്റ് ഐസ്ക്രീമിന്റെ ഷെയ്ഡാണ്. ചോക്ലേറ്റ് ഷെയ്ഡ് എന്ന് വിചാരിക്കരുത്, ചോക്ലേറ്റ് ഐസ്ക്രീമിന്റെ ഷെയ്ഡിലേക്ക് കോമ്പിനേഷൻ കളറായിട്ട് വരുന്നത് നല്ലൊരു പീച്ച്. ചെറിയൊരു വീഡിയോയില് കാണിക്കുമ്പോൾ വേറെ ഷെയ്ഡ് എന്നാണ് പറയുന്നത്. ശരിക്കും ഒരു ഡാർക്ക് എന്താ പറയാ, നമ്മള് എന്താ പറയാ, മറ്റേ നമ്മള് ചോക്കോബാർ ഒക്കെ ഉണ്ടല്ലോ, ആ ചോക്കോബാർ ഇങ്ങനെ മെൽറ്റായി എങ്ങനെ ഉണ്ടായിരിക്കും, ആ ഒരു വാനിലയുടെ കൂടെ വാനില ഐസ്ക്രീമിന്റെ കൂടെ മിക്സ് ആയ ഒരു ഷെയ്ഡ് ഉണ്ടാവില്ലേ, ആ ഒരു ഷെയ്ഡ്. ഇങ്ങനെ എക്സാക്ട് ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നത് വീഡിയോ എടുക്കുന്നതും നമ്മൾ ഡയറക്റ്റ് കാണുന്നതും ആ കളറിൽ വ്യത്യാസം ഉണ്ടായിരിക്കും. അപ്പൊ ചോക്ലേറ്റിന്റെ ഷെയ്ഡ് അല്ല, അതിൽ മിക്സ്ഡ് ആയിട്ട് ഒരു വൈറ്റ് കളർ ചോക്ലേറ്റിൽ മിക്സ് ആയി എങ്ങനെ ഉണ്ടായിരിക്കും, ആ ഒരു ഷെയ്ഡാണ് വേണ്ടത് കേട്ടോ. ചോക്ലേറ്റ് ഐസ്ക്രീമിന്റെ ഷെയ്ഡ്. അപ്പൊ അതിലേക്ക് ഫുള്ള് ഒരു സെറി ഡിസൈൻ വീവിങ്സ് പാറ്റേൺ വരുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ച് ചെറിയ ബുട്ടാസ് വരുന്നു. അങ്ങനെ നമ്മുടെ ഈ ഇതുണ്ടാവില്ലേ പോൾഗ ഡോട്ട്സ് പോലെ ഈ സെറി കൊണ്ടുള്ള പാറ്റേൺസ് വരുന്നുണ്ട്. പ്ലസ് ആപ്ലിക് വർക്കുകൾ വരുന്നുണ്ട് കണ്ടോ. ആ ആപ്ലിക് വർക്ക് ഫുള്ള് നല്ല സിൽക്ക് ത്രെഡും അതുപോലെ സെറിയും ഒക്കെ വെച്ചിട്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഏരിയയിലും അതുപോലെ തന്നെ ഒരു വർക്ക് വരുന്നുണ്ട്. ഡീറ്റെയിൽഡ് ആയിട്ട് ഇങ്ങനെയാണ് വരുന്നത് കണ്ടോ. നെക്ക് ഏരിയയിലേക്ക് വരുന്നുണ്ട്. ബാക്ക് പോർഷൻ ഇതുപോലെ ചെറിയൊരു ലൈൻസ്, ആ ഒരു ലൈനൊന്നും പ്രിന്റ് അല്ല, ഫുള്ള് നമ്മൾ എന്താ പറയാ ആ ഒരു ത്രെഡ് വീവ് ആയിട്ടുള്ളതാണ് കേട്ടോ സെറി. അപ്പൊ ടോപ്പിന്റെ ലെങ്ത് നമുക്ക് ടോപ്പ് ലെങ്ത് വരിക 50 ഉണ്ടായിരിക്കും. അതുപോലെ 7XL സൈസ് ഉണ്ടായിരിക്കും. ഫുൾ സ്ലീവിന് ഉണ്ടായിരിക്കും കേട്ടോ. ടോപ്പിന്റെ സ്ലീവിന്റെ ഇവിടെ ലൈൻസ് വന്നിട്ട് അടിയിലേക്ക് ഇതുപോലൊരു ബോർഡർ ആണ് വരിക. നല്ലൊരു കോമ്പിനേഷൻ ആണ്, റയർ ആണ്, നല്ലൊരു കോമ്പിനേഷൻ ആണ് കേട്ടോ. ഫസ്റ്റ് വണ്ണാണ്. ഇതിന്റെ ബോട്ടത്തിന്റെ കളർ വരുന്നത് സെയിം ആണ്, വിത്ത് ആ ഒരു ഇതുപോലെ വരുന്ന ഒരു ബോർഡറും കൂടെ വരുന്നുണ്ട്. ഒരു 1 ഇഞ്ച് ബോർഡർ വരുന്നുണ്ട് കേട്ടോ. അപ്പൊ മസ്ലിൻ ജക്വാർഡ് മെറ്റീരിയൽ ആണ് ടോപ്പ് വരുന്നത്. അതിലേക്ക് പൈൻ സിൽക്കിൽ വരുന്ന ദുപ്പട്ട. ആ ദുപ്പട്ടയുടെ കളർ വരുന്നത് ഒരു എന്താ പറയുക, ഒരു പീച്ച് മിക്സ്ഡ് ആയിട്ടുള്ള ഒരു പിങ്ക് കളർ. നല്ലൊരു കോമ്പിനേഷൻ ആണ് കേട്ടോ. പീച്ച് മിക്സ്ഡ് ആയിട്ടുള്ള ഒരു കളറാണ് വരുന്നത്. ഓക്കെ, ചോക്ലേറ്റ് ഐസ്ക്രീമിന്റെ ഷെയ്ഡ് കേട്ടോ. ഇതാണ് ഫസ്റ്റ് വണ്ണ് വരുന്നത്. പൈൻ സിൽക്ക് ദുപ്പട്ട, അതിലേക്ക് ഇതുപോലെ വർക്ക് വരുന്ന ടോപ്പ് കേട്ടോ. ഫസ്റ്റ് വൺ നല്ല കോമ്പിനേഷൻ ആണ്. അടുത്തത് വരുന്ന ഒരു ഡസ്റ്റി പീകോക്ക് ബ്ലൂ ഷെയ്ഡിൽ വരുന്നത്. ഡസ്റ്റി പീകോക്ക് ബ്ലൂ ഷെയ്ഡിൽ വരുന്നതാണ് അടുത്തത്. അല്ലെങ്കിൽ നമുക്കൊരു പേസ്റ്റൽ ബ്ലൂ എന്നൊക്കെ പറയാം, ആ ഒരു ഷെയ്ഡാണ്. പക്ഷെ അങ്ങനെ ലൈറ്റ് അല്ല, ഡാർക്ക് കളറിൽ ഡസ്റ്റി ഷെയ്ഡാണ് വരുന്നത് കേട്ടോ. അതിന്റെ കോമ്പിനേഷൻ നോക്കി നോക്കിയാൽ നല്ലൊരു എന്താ പറയുക മെഹന്തി ഗ്രീൻ കളറിൽ വരുന്ന കോമ്പിനേഷൻ. സൂപ്പർ കോമ്പിനേഷൻ ആണ്. ഭയങ്കര കംഫർട്ടബിൾ ആണ് ഈ ഒരു ഡ്രസ്സ്. ക്രേപ്പ് ലൈനിങ് ആയിരിക്കും ബെസ്റ്റ് ആണ് കേട്ടോ. ഈ ഡ്രസ്സിന്റെ കൂടെ നമ്മൾ ലൈനിങ് കൊടുക്കുമ്പോൾ ലൈനിങ് കൊടുത്തിട്ട് ചെയ്യുക. 50 ടോപ്പ് ലെങ്ത് ഉണ്ടായിരിക്കും. അതുപോലെ 7XL സൈസ് ഉണ്ടായിരിക്കും കേട്ടോ. സെയിം നമ്മളിപ്പോൾ നേരത്തെ കണ്ട സെയിം വർക്ക് തന്നെയാണ് വരുന്നത്. ബാക്ക് പോർഷൻ ഒരു സെറി ലൈൻസ് വരുന്നുണ്ട്. ഫ്രണ്ട് ഏരിയയിലായിട്ട് 2 ആപ്ലിക് വർക്കുകൾ വരുന്നുണ്ട്. ഒന്ന് ഫസ്റ്റ് ഈ ഒരു ഏരിയയിൽ നെക്ക് ഏരിയയിലേക്ക് വരുന്നുണ്ട്. പിന്നെ ഒന്ന് വരുന്നത് ടോപ്പിന്റെ ലോവർ പാർട്ടിലേക്ക് ലെഫ്റ്റ് സൈഡ് ആയിട്ടാണ് വരുന്നത് കേട്ടോ. അപ്പൊ അതാണ് 50 ടോപ്പ് ലെങ്ത് ഉണ്ട്, 7XL സൈസ് ഉണ്ട്. ഫുൾ സ്ലീവിനുള്ള മെറ്റീരിയൽ വരുന്നുണ്ട്. ബോട്ടം വരുന്നത് ക്യാൻവാസ് കോട്ടണിൽ വരുന്ന ബോട്ടാണ്. പൈൻ സിൽക്കിൽ വരുന്ന ദുപ്പട്ട, അത് നല്ലൊരു മെഹന്തി ഗ്രീൻ ദുപ്പട്ട. ഇതിന്റെ കൂടെ നല്ല കോമ്പിനേറ്റ് ചെയ്ത് പോകുന്ന ഒരു കളർ കേട്ടോ. അപ്പൊ ഇതാണ് സെക്കൻഡ് കളർ വരുന്നത്. നല്ലൊരു ഷെയ്ഡാണ് കേട്ടോ. തേർഡ് കളർ വന്നിട്ട് നല്ലൊരു എന്താ പറയാ, എന്ത് ഷെയ്ഡ് എന്താ പറയാ, ഫ്ലഷ് കളർ കേട്ടോ. നമ്മള് ഫ്ലഷ് ഷെയ്ഡിലേക്ക് കോമ്പിനേഷൻ വരുന്നത് ഒരു ബ്ലൂ ഷെയ്ഡ്. ബ്ലൂ എന്ന് പറയുമ്പോൾ ഒരു എന്താ പറയാ ഇൻഡിഗോയുടെ ഒരു ഡസ്റ്റി ഷെയ്ഡിലേക്ക് വരും കേട്ടോ. മെറ്റാലിക് ബ്ലൂവിന്റെ ഒരു ഡസ്റ്റി ഷെയ്ഡ് കേട്ടോ. സോറി, മെറ്റാലിക് ബ്ലൂവിന്റെ ഒരു ഡസ്റ്റി ഷെയ്ഡ്. ടോപ്പ് വരുന്നത് ഡാർക്ക് ഫ്ലഷ് കളറിൽ വരുന്ന ടോപ്പാണ് കേട്ടോ. മസ്ലിൻ ജക്വാർഡ് ടോപ്പ് മെറ്റീരിയൽ വരുന്നത് 50+ ലെങ്ത് ഉണ്ടായിരിക്കും ടോപ്പിന്. അതുപോലെ 7XL സൈസ് ഉണ്ടായിരിക്കും. ഫുൾ സ്ലീവിന് പറ്റും കേട്ടോ മെറ്റീരിയൽ. അപ്പൊ ഇതാണ് ടോപ്പ് വരുന്നത്. ടോപ്പിൽ ഫുള്ള് ഗോൾഡൻ ഒരു നമ്മുടെ പോൾഗ ഡോട്ട്സ് ഇല്ലേ, അതുപോലെ വരുന്നുണ്ട്. ലോവർ ഏരിയയിൽ ഒരു ബോർഡർ, സെയിം ബോർഡർ തന്നെ നമ്മുടെ സ്ലീവിന്റെ ലോവർ പാർട്ടിലും വരുന്നുണ്ട്. അങ്ങനെ വരുന്നതാണ്. നല്ലൊരു കംഫർട്ടബിൾ ആണ്. ഇതൊന്നും പെയിന്റിംഗ് അല്ല, ഇതൊക്കെ ത്രെഡ് വെച്ചിട്ടുള്ള ഇതാണ്. നമ്മൾ പട്ടുസായിരിക്കുന്നത്, പക്ഷെ അങ്ങനെ ഭയങ്കര ഹാർഡായിട്ടുള്ള മെറ്റീരിയൽ അല്ല, ഭയങ്കര സോഫ്റ്റ് ആണ്. ഇതൊന്നും കുത്തി തറക്കുന്നേ ഇല്ല കേട്ടോ. ക്രേപ്പ് ലൈനിങ് ബെസ്റ്റ് ആണ്.
അപ്പോൾ സെയിം കളറിൽ വരുന്ന ക്യാൻവാസ് കോട്ടണിൽ വരുന്ന ബോട്ടാണ്. ഇതൊരു ലോവർ ഏരിയയിലായിട്ട് ഇതുപോലെ ബോർഡർ വരുന്നുണ്ട്. നമുക്ക് ഇപ്പോൾ ഞാൻ എൻ്റെ വീഡിയോസിലൊക്കെ എങ്ങനത്തെ പാൻറ്റാണ് യൂസ് ചെയ്യുന്നത്, എൻ്റെ പാൻറ്റിൻ്റെ അടിയിൽ ക്യാൻവാസ് ഉണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പാൻറ്റിൻ്റെ അടിയിൽ ക്യാൻവാസ് ഇല്ല. പാൻറ്റ് ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് ഒരു 4 ഇഞ്ച് വെടുത്തിൽ ഒരൊറ്റ സ്റ്റിച്ചാണ് കൊടുക്കാറുള്ളത്. അപ്പോൾ ഞാൻ ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഡബിൾ ലെയർ ആയിട്ട് കൊടുത്തിട്ട് ഒന്നുകൂടെ വീതിയിൽ കിടക്കാറുണ്ട് കേട്ടോ. ഡബിൾ ലെയർ ആയിട്ട് ചെയ്തിട്ടുള്ളതാണ്. നമ്മുടെ ഒറ്റ സിംഗിൾ ലെയറിന്റെ കൂടെ എക്സ്ട്രാ ഒരു ലെയർ കൂടെ ആഡ് ചെയ്തിട്ട് ഇങ്ങനെ ആക്കിയിടാം. കുറച്ചൊരു വീതിയായിട്ട് നിൽക്കുമ്പോൾ പാൻറ് ഒന്നുകൂടെ കാണുമ്പോൾ ഭംഗിയുണ്ടായിരിക്കും കേട്ടോ. അപ്പൊ അങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാം. ദുപ്പട്ട വരുന്നത് മെറ്റാലിക് ബ്ലൂ കളറിലാണ്. അതും ഡസ്റ്റി മെറ്റാലിക് ബ്ലൂവിലേക്ക് ഡീപ്പ് ഫ്ലഷ് കളറിൽ വരുന്ന കോമ്പിനേഷൻ ആണ് വരുന്നത്. പൈൻ സിൽക്ക് ദുപ്പട്ടയാണ്. നല്ല അടിപൊളി കോമ്പിനേഷൻ ആണ് കേട്ടോ. അത്യാവശ്യം നല്ല സൈസുള്ള ദുപ്പട്ടയാണ്. ഭയങ്കര കംഫർട്ടബിളും ആണ് കേട്ടോ. ഇതാണ് തേർഡ് കളർ വരുന്നത്. നെക്സ്റ്റ് ഫോർത്ത് വൺ വന്നിട്ടും അടിപൊളി കളറാണ്. ഒരു എന്താ പറയാ, ഒരു ഡസ്റ്റി ലാവൻഡർ ഷെയ്ഡ് അല്ലെ. ഡസ്റ്റി ലാവൻഡർ ഷെയ്ഡാണ്. ഡീപ്പ് ലാവൻഡർ ഷെയ്ഡിലേക്ക് കോമ്പിനേഷൻ കളർ വരുന്നത് ഒരു മസ്റ്റാർഡ് യെല്ലോ കേട്ടോ. മസ്റ്റാർഡ് യെല്ലോ ഷെയ്ഡാണ് കോമ്പിനേഷൻ വരുന്നത്. ഈ ഒരു ഷെയ്ഡും റയർ ഒരു ഷെയ്ഡാണ്. ഞാൻ കുറച്ച് മുന്നേ ഈ ഒരു കളറിന്റെ ഡ്രസ്സ് ഡിസൈൻ ഇട്ടിട്ട് വീഡിയോ കാണിച്ചിട്ടുണ്ട് കേട്ടോ. ഇതാണ് 50 ടോപ്പ് ലെങ്ത് ഉണ്ടായിരിക്കും, 7XL ആയിരിക്കും സൈസ് ഉണ്ടായിരിക്കുക. സ്ലീവ് ഫുൾ സ്ലീവിന് ഓക്കെ ആയിരിക്കും. നെക്ക് ഏരിയ അതുപോലെ ടോപ്പിന്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് ഇതുപോലെ ഒരു കട്ട് വർക്ക് വരുന്നുണ്ട്. ഒരു എന്താ പറയാ, ആപ്ലിക് വർക്ക് വരുന്നുണ്ട് ഇതുപോലെ കേട്ടോ. ക്ലിയർ ആണ്. ആപ്ലിക് വർക്ക് വരുന്നത് നല്ലൊരു ഷെയ്ഡാണ്. റയർ ഷെയ്ഡാണ് വരുന്നത്. ബോട്ടം വരുന്നത് ക്യാൻവാസ് കോട്ടണിൽ വരുന്ന ബോട്ടം. പൈസിൽ ദുപ്പട്ട. വേറെ എക്സ്ട്രാ വർക്കുകളൊന്നും ദുപ്പട്ടയിലില്ല. പക്ഷെ ഭയങ്കര എലഗന്റ് ആണ്, സിമ്പിൾ ആണ്. നമുക്ക് റെഗുലർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കാറ്റഗറിയിൽ വരുന്നത് കേട്ടോ. വിത്ത് നമുക്ക് എന്താ പറയുക, എന്തെങ്കിലും ഫംഗ്ഷൻസ് ഉണ്ടെങ്കിൽ അതിനും യൂസ് ചെയ്യാൻ പറ്റും. അപ്പൊ അടിപൊളി പീസാണ് കേട്ടോ. അപ്പൊ ഇതാണ് കോമ്പിനേഷൻ കളർ വരുന്നത്. സൂപ്പറാണ്. 4 കളേഴ്സാണ്. പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് താഴെ കളർ നമ്പറിൽ മെസ്സേജ് ചെയ്യട്ടോ. അപ്പൊ നെക്സ്റ്റ് ഡിസൈൻ വരാം. അതിലേക്ക് ബൈ.